ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലോഗോ ലോഞ്ചിങ്ങും കോമണാസ് പ്രൊമോയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസം കുറേ ആയല്ലേ. ഇപ്പോൾ വരും എന്ന് വിചാരിച്ച് നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, വരുന്നില്ലല്ലോ വല്ല തീരുമാനമായോ ആ കാര്യത്തിലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി വിട്ടതേ ഞാനാണ്. കാരണം ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നൊരു ഏപ്രിൽ 8-ാം തീയതിയാണ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇടയിൽ ഒരു പ്രൊമോ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, ബിഗ് ബോസിൻ്റെ പ്രൊമോയാണ് വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം അപ്പോഴാണ് എൻ്റെ വ്യൂവേഴ്സ് കുറേ പേര് എന്നിട്ട് എപ്പോൾ വരും അപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞ നെക്സ്റ്റ് വീക്ക് എന്നാണ് അറിയാൻ പറ്റിയേ. അറിഞ്ഞത് അങ്ങനെയാണ്, നെക്സ്റ്റ് വീക്കാണ് വരാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ കൂടിയേ ഉള്ളൂ. അപ്പം നാളെ കൂടി ആകുമ്പോഴത്തേക്കും ആ നെക്സ്റ്റ് വീക്ക് തീരുവാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, ഫൈനൽ അപ്ഡേറ്റ് ആണ്. ഐ ലോഗോയും ഈ പറയുന്ന കോമണാസ് പ്രൊമോയെ കുറിച്ചിട്ടുള്ള ഒരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോയും ചെയ്യണം. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ട് പറഞ്ഞപ്പം അധികം ആരും വിശ്വസിച്ചില്ല എങ്കിലും തൊട്ട് പിറകെയാണ് നമുക്കറിയാം 2-3 ദിവസമായി ബറോസിന്റെ ആ ഒരു പോസ്റ്ററിലൊക്കെ ലെറ്റ്സ് എന്താ പറയുക, സ്റ്റേ ട്യൂൺഡ്, ലെറ്റ്സ് സംതിങ് ബിഗ് ഈസ് കമ്മിങ്, ഗെറ്റിംഗ് റെഡി എന്നൊക്കെ പറഞ്ഞു വന്നത്. അത് ആക്ച്വലി ബിഗ് ബോസിന്റെ പ്രൊമോ തന്നെയാണ്. ഇന്ന് ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈസ്റ്ററിന് തന്നെ കോമണാസ് പ്രൊമോ വരും. ഈസ്റ്ററിന് വരും, ബറോസിന്റെ പ്രീമിയറിൻ്റെ ഇടയിലാണ് വരിക. ഞാൻ മുന്നേ ഇത് പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് ഞാനിത് പറയുന്ന ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ പറയാം, പുതുതായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, പക്ഷെ അത് ഇത്രയും പറഞ്ഞു വന്നാലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈസ്റ്ററിൽ ബറോസിന്റെ ഇടയിലായിരിക്കും പ്രൊമോ വരുന്നത്. പക്ഷേ അറിയാൻ സാധിച്ചത് ഐ ലോഗോ വരില്ല എന്നാണ് സത്യം. ഇതുവരെ ഇപ്പോഴത്തെ സമയം ഇപ്പം വരെയും ഐ ലോഗോ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞതാണ്, ഐ ലോഗോയുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഡൗട്ടായി, ഐ ലോഗോ ഇല്ലെങ്കിൽ പിന്നെ ലെറ്റ്സ് വെയിറ്റ് ഫോർ സംതിങ് ബിഗ് ഈസ് ഗെറ്റിംഗ് റെഡി എന്നൊക്കെ പറയുന്നത് എന്തിനാ എന്നൊക്കെ എനിക്ക് ഡൗട്ടായി. പക്ഷേ ഐ ലോഗോ കണ്ണ്, നമ്മുടെ ബിഗ് ബോസിൻ്റെ കണ്ണ് ഇപ്പോഴും റെഡി ആയിട്ടില്ല, ഫൈനൽ ആയിട്ടില്ല എന്നാണ് കേട്ടോ അറിയാൻ പറ്റുന്നത്. പക്ഷേ പ്രൊമോ റെഡിയാണ്, പ്രൊമോ വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള വെബ്സൈറ്റ് ലിങ്ക് അതിലുണ്ടാവും. അതിൽ ആ വെബ്സൈറ്റ് ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വരും. മറ്റന്നാൾ ഈസ്റ്ററിനാണ് വരുന്നത്, അതിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ ലോഗോ വരില്ല എന്നാണ് ഇപ്പോഴും ഞാൻ അറിയുന്നത്. ലോഗോ വരില്ല, കണ്ണ് വരില്ല, അസതോമാ സദ്ഗമയ ആ സാധനം ഇല്ല, അത് വരൂല. അത് കുറച്ചേരം എനിക്ക് തോന്നുന്നു ഫൈനൽ പണി നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമായിരിക്കാം ചിലപ്പം. ബിഗ് ബോസ് തുടങ്ങുന്നതിന് സാധാരണ 1 മാസം മുന്നേ ആണല്ലോ ഇത് പുറത്ത് വിടുന്നത്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ചോദിക്കുക, നീ അല്ലേ പറഞ്ഞത് വരും എന്നൊക്കെ. നിങ്ങളിപ്പോൾ എൻ്റെ പഴയ ഏത് വീഡിയോ ആണോ എടുത്ത് നോക്കിയോ, അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ ലോഗോയുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കോമണാസ് പ്രൊമോയാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തന്നിട്ടുള്ളത്. കോമണാസ് പ്രൊമോ വരും, 10 ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞത്. നാളെയാണ് ആ 10ാമത്തെ ദിവസം. പക്ഷേ എനിക്ക് ഒരു ദിവസം കൂടി നിങ്ങൾ സമയം തരാം, ഒരൊറ്റ ദിവസം. ആ 10ാമത്തെ ദിവസത്തിൻ്റെ കൂടെ എനിക്കൊരു 11ാമത്തെ ദിവസം കൂടെ തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. കാരണം മറ്റന്നാൾ നൈറ്റ് വരും, ഉറപ്പാണ്. ഈസ്റ്ററിന് എല്ലാവരും ബറോസ് കാണാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഈ സാധനം എടുത്ത് അതിനകത്തോട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കണ്ട് ചാടിക്കയറി ഒന്നും അപ്ലൈ ചെയ്യാൻ പോകണ്ട. മറ്റന്നാൾ എന്തായാലും ആ സംഭവം വരും. പിന്നെ ഐ ലോഗോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, വരൂല എന്ന് പറഞ്ഞെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കാം. പക്ഷെ നമ്മുടെ തമിഴ് ബിഗ് ബോസിനില്ലേ, തമിഴ് ബിഗ് ബോസ് സീസൺ 6 ഇതുപോലെ തന്നെയാണ്. ആദ്യം കോമണാസ് പ്രൊമോയാണ് വന്നത്. കണ്ണ് ഐ ലോഗോയൊക്കെ വരുന്നതിന് മുന്നേ കോമണാസ് പ്രൊമോ വന്നു. കോമണാസ് പ്രൊമോ പഴയ സീസണിലെ വിന്നറിനെ, സീസൺ 6ന്റെ സമയത്ത് പഴയ സീസണിലെ വിന്നറിനെയൊക്കെ വെച്ചിട്ടാണ് കോമണാസ് പ്രൊമോ ചെയ്യിച്ചത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പഴയ സീസണിലെ വിന്നറിനെ വെച്ചിട്ടാണോ കോമണാസ് പ്രൊമോ ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമ്മളത് കാത്തിരുന്ന് അറിയേണ്ട സംഭവം തന്നെയാണ്. നോക്കാം നമുക്ക് എന്താകും എന്നുള്ളത്. ചിലപ്പോൾ വേറെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു കുലുക്കിക്കടയില ഇതായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം, അതുപോലെ വേറെ ആരെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ പഴയ സീസണിലെ വിന്നർ തന്നെ വരും. ജിൻഡോ ഒന്നിനിപ്പോൾ ചെയ്യുമോ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഊഹാപോഹം പറയുന്നതാണ്. അതിനൊക്കെ തമിഴിൽ ഞാൻ പറഞ്ഞു തന്ന സംഭവം, തമിഴിൽ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ലോഗോയൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെയും വന്നത്. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കണ്ണൊക്കെ വന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും മലയാളത്തിൽ ഇത്തവണ ഒരു വെറൈറ്റി ഉണ്ട്. വെറൈറ്റി മീൻസ് എപ്പോഴും എന്ത് ബിഗ് ബോസിൻ്റെ എന്തായാലും ആദ്യം കണ്ണ് വരും ഇല്ലേ, കണ്ണ് കമ്മിങ് സൂൺ. അതിനുശേഷമാണ് പിന്നീട് പ്രൊമോ ആയിക്കോട്ടെ, ഷോർട്സ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ എല്ലാം വരുന്നത്. ഇത്തവണ ആദ്യമേ നമുക്കൊരു ഹിൻ്റൊക്കെ തന്നു, പോസ്റ്റർ തന്നു. ഇനി കോമണാസ് പ്രൊമോ വരും, എന്നിട്ടേ കണ്ണ് വരുള്ളൂ എന്നാണ് നിലവിൽ അറിയുന്നത്. പക്ഷേ എനിക്കും ആഗ്രഹം ആദ്യം കണ്ണ് കാണാൻ തന്നെയാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് കണ്ണ് കാണാൻ തന്നെയാണ് അല്ലേ, ഞാനും വെയിറ്റ് ചെയ്യുന്നത് കണ്ണ് കാണാൻ തന്നെയാണ്. പക്ഷെ കണ്ണ് വരില്ല എന്നാണ് പറയുന്നത്. കണ്ണ് കുറച്ചുകൂടി ചിലപ്പോൾ കഴിയും, നോക്കാം. ഫൈനൽ ആയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, ഫൈനൽ ആയാലോ എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിലോ. എന്തായാലും കണ്ണിൻ്റെ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. കോമണാസ് പ്രൊമോ ഉറപ്പിച്ചോ ഉണ്ട്,
അത് ഉറപ്പിച്ചോ, ആ സാധനം മറ്റന്നാ നൈറ്റ് ഉണ്ട്. കണ്ണിൻ്റെ കാര്യത്തിൽ നോ കൺഫർമേഷൻ, ഉണ്ടെന്നും ഇല്ലെന്നും പറയാനില്ല, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് എന്താ പറയുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്, തെറിവിളികളുടെ പൂരമാണ്. ആ പ്രൊമോ ഒന്ന് വന്നോട്ടെ. ആ പ്രൊമോ വരുമെന്ന് ഞാൻ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്രയും തെറിവിളി വരുന്നത്. നീ പറഞ്ഞിട്ട് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തെറിവിളി കേൾക്കുന്നത്. സോ അത് വരുമ്പോൾ തെറി വിളിച്ചവരൊക്കെ കമൻസിൽ വന്നിട്ട് മാപ്പ് പറയണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.